റസ്മിൻ ബായ് ആയിട്ടിരുന്നാൽ മതി. വലിയ റാണി ലക്ഷ്മി ബായ് ആണെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ജിൻഡോയുടെ അടുത്ത് ഇറക്കണ്ട. പാൻട്രിയുടെ താക്കോല് ഒരാഴ്ചയായിട്ട് റസ്മിൻ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നുവെന്ന് ഇപ്പൊ ലൈവില് ജിൻഡോ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. 3 പേർക്കും സർവാധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾക്ക് ബാക്കിയുള്ള 2 പേരേക്കാൾ ഒരു അധികാരവും ഇല്ല, ഒരു ചുക്കുമില്ല. 3 പേർക്കും ഒരേ അധികാരമേ ഉള്ളൂ. പാൻട്രിയുടെ താക്കോല് കൈയടക്കി വെക്കാൻ റസ്മിൻ ഒരു സവിശേഷ അധികാരം ബിഗ് ബോസ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. റസ്മിന്റെ അഹങ്കാരത്തിന് ബിഗ് ബോസ് ആണ് കൊടുക്കുകയും ചെയ്യും സവിശേഷ അധികാരം. പിന്നെ ഇന്നലത്തെ ഒരു മുട്ടയുടെ വിഷയമൊക്കെ ജിൻഡോ എടുത്ത് പറയുന്നുണ്ട്, യമുന റാണിയുടെ എടുത്ത്. അതെന്താണെന്ന് മനസ്സിലായില്ല, അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. എന്തായാലും രാവിലെ തന്നെ ഒരു ജിൻഡോ 1 മാൻ ഷോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈവില്. പാൻട്രയുടെ താക്കോല് പുള്ളി എടുത്തു. റസ്മിൻ ചോദിച്ചിട്ട് അത് കൊടുത്തില്ല. റസ്മിൻ ഒരു 3-4 തവണ ചോദിച്ചു. കുറെ പോടാ വിളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഇവരുടെ ഒരു ഒറസിൽ പെട്ടെന്ന് തന്നെ അങ്ങ് അവസാനിച്ചു. ജിൻഡോയെ പിന്നെ കുണ്ണുമാമ തക്കുടുമാമ എന്നൊക്കെ പറഞ്ഞ് പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള പക്വത കാണിക്കാത്തവരെയാണ് ബിഗ് ബോസ് ഇത്തവണ എടുത്തത് എന്ന് തോന്നുന്നുണ്ടെന്ന് ഉടനെ ജിൻഡോ ഒരു കൗണ്ടർ അടിക്കുന്നു. അതോടെ തീർന്നു, റസ്മിന്റെ വേടി തീർന്നു. ഇനിയും ഇത് പറഞ്ഞുള്ള വഴക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലൈവില്. ഇത് രാവിലത്തെ ജിൻഡോയുടെ വക ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇനിയാണ് കളികൾ തുടങ്ങാൻ പോകുന്നത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.